8:30 മൃതദേഹങ്ങൾ പാങ്ങിലെത്തുമെന്നാണിപ്പോൾ സ്ഥലം MLA കൂടിയായ മഞ്ഞലാംകുഴി അലി വ്യക്തമാക്കിയിരിക്കുന്നത്. 9 മണി മുതലാണ് പൊതുദർശനം സജ്ജീകരിച്ചിരിക്കുന്നത്. 1 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. ദൃശ്യങ്ങൾ കാണുന്നത് അവസാനമായി ഇവരെ കാണാനെത്തുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ 9 പേരെയും കാണാനെത്തുന്ന നാട്ടുകാരെയും മറ്റുമാണ്. പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അബ്ദുൽ മജീദ് അധ്യാപകനാണ് സ്കൂളിലെ. ഭാര്യ റൂഖിയ, റംല അധ്യാപിക, പാചകത്തൊഴിലാളിയായ സാജിദ, അധ്യാപിക ഷക്കീല, അധ്യാപികയായ അജിത, അധ്യാപികയായ ആശ, അധ്യാപികയായ സുഹറ, ഒപ്പം മകൻ ഹാഷിം എന്നിവരാണ് ഈ അപകടത്തിൽ വിട പറഞ്ഞത്. വലിയ അപകടം എന്ന് പറഞ്ഞാൽ 300-400 അടി താഴ്ചയിലേക്ക് ഒരു വാഹനം വീഴുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാപ്തി കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ വാഹനത്തിൻ്റെ കാഴ്ച കണ്ടാൽ തന്നെ അത്ര ഭീകരമായ ഒരു കാഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ആരംഭിച്ച പോസ്റ്റ്മോർട്ടം പുലർച്ചെ 4 മണിക്ക് വളരെ പെട്ടെന്ന് തമിഴ്നാട് കേരള സർക്കാരുകൾ സംയുക്തമായി നടത്തിയ ഇടപെടലുകളിൽ 4 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. തുടർന്ന് പൊള്ളാച്ചി ടൗണിൽ തന്നെയുള്ള മദ്രസയിലെത്തിച്ച് മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കുകയാണ് ചെയ്തത്. നമുക്ക് ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ, തങ്ങളുടെ അധ്യാപകരാണ്, ഇന്നലെ വരെ തങ്ങളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരാണ് മരിച്ചത്. കുഞ്ഞുങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ എത്ര ദുഃഖകരമായ ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ്. തങ്ങളെ പഠിപ്പിച്ചിരുന്ന, തങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്ന അധ്യാപകർ ഇന്ന് ഈ ഭൂമിയിലില്ല എന്ന് പറയുമ്പോൾ എത്ര വേദനയോടെയാണ് ആ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുക. ആ ദുഃഖം അവരുടെ കണ്ണുകളിൽ തളം കെട്ടിക്കിടക്കുന്നതും നമുക്ക് അതൊരു വല്ലാത്ത നൊമ്പര കാഴ്ചയായി കാണാം. അനുമോദ്, 8:30 മൃതദേഹം അവിടെ എത്തുമെന്ന് കരുതാമല്ലേ? അതിനുള്ള ബാക്കി ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാകുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാടിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഈ വാർത്തയും മറ്റും. രാജ്യത്ത് അങ്ങനെ തന്നെയാണ് കരുതുന്നത്. 8:30 തന്നെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പാലക്കാട് പിന്നിട്ടിട്ട് ഏറെ സമയമായിരിക്കുന്നു. പോലീസ് എസ്കോർട്ടോടെയാണ് വരുന്നത്. നേരെ ഇവിടേക്ക് തന്നെ ആദ്യം പൊതുദർശനമാണ്. ഏകദേശം 1 മണിക്കൂറിലധികം സമയം പൊതുദർശനം നീണ്ടു നിൽക്കും എന്ന് തന്നെയാണ് കണക്കാക്കാനാകുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ഇത്തരം പൊതുദർശനങ്ങളൊന്നും സമയക്രമം പാലിച്ച് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം നാടിൻ്റെ വേദനയായിട്ട് ഈ ഒരു ദുരന്തം മാറുമ്പോൾ അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് കാണുവാൻ, അവർ അധ്യാപകരെ ഒന്ന് കാണുവാൻ, അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആളുകൾ കാത്തു നിൽക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ആ ഒരു അവസരം നൽകിയിട്ട് മാത്രമേ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആ കുട്ടികളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവരൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് പോലും ചിലപ്പോൾ പൂർണ്ണമായിട്ടും അറിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് അവരിനി ഇല്ല, അവരിനി ഭൂലോകത്തില്ല എന്ന യാഥാർത്ഥ്യവുമായിട്ട് അവർ പൊരുത്തപ്പെടുമോ, അവർക്ക് അതിനുള്ള ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാനാകുമോ എന്നൊക്കെ നമുക്കറിയില്ല. എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് തൊണ്ടയിടറുന്ന ഒരു അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അത്രമാത്രം വേദനയാണ് നമുക്കിവിടെ ചുറ്റിലും കാണാനാകുന്നത്. എല്ലാവർക്കും ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അവരുടേതായ ഓർമ്മകളും അനുഭവങ്ങളും ബന്ധങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ഉണ്ട്. ആ ഒരു വലിയ വേദന അത് മറികടക്കാൻ ഈ ഒരു നാട് ഏറെ പാടുപെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രമാത്രം പ്രിയപ്പെട്ടവരാണ് അവർക്കെല്ലാം, ഈ നാടിനെല്ലാം തന്നെ. ഇവരൊക്കെ നിങ്ങളൊക്കെ നാട്ടുകാരല്ലേ, ഇവിടുത്തുകാരല്ലേ? നിങ്ങളൊക്കെ ഇവിടുത്തുകാരല്ലേ? ഇന്നലെ രാത്രി മുതൽ ഇവിടെ തന്നെയാണ്. പരിചയമുണ്ടോ അധ്യാപകര്? പിന്നെ നമ്മൾ പഠിപ്പിച്ച അധ്യാപകരല്ലേ? പാങ്ങ LP സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപികയാണ് ഒരാൾ. പിന്നൊക്കെ നമ്മളെ പരിസര പ്രദേശങ്ങളിലും നമുക്ക് അറിയാവുന്ന ആൾക്കാരുമാണ്. എന്ത് ചോദിക്കണം, എന്ത് പറയണമെന്നൊന്നും അറിയില്ല. അതെ ഒരു ഞെട്ടല് മാത്രമാണ്. അതെ വിധി. ഒരു യാത്രയപ്പോൾ നമ്മളും കാണുന്നു.
നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, നമ്മളെ സ്വദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. നമ്മൾ പരിചയമായിട്ടുള്ള സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുമായിട്ടുള്ള അതിൽ മജീദ് മാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ആളുകളുമാണ്. ഇവിടെ ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കമുള്ള ആളുകളും ജനങ്ങൾ നല്ല സ്വാമിക കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളുമായിട്ടുള്ള ആളുകളാണ്. എല്ലാവർക്കും ഒരു വേദനയാണ്. നമുക്കിവിടെ കാണാം പൊതുദർശനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തീകരിക്കുന്നു. 9 പേര് ഒരുമിച്ച് പൊതുദർശനത്തിന് വയ്ക്കാനുള്ള സൗകര്യങ്ങളാണ്, അവരുടെ മൃതദേഹങ്ങൾ കുറിച്ച് കാണാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുതന്നെ ഈ ഒരു നാട് എത്രമാത്രം ഈ ഒരു വേദനയെ ഉൾക്കൊള്ളും എന്ന് ഇനിയും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങൾ, ഓരോരോ ഓർമ്മകളൊക്കെ ഈ അധ്യാപകരെക്കുറിച്ചും ഇവരെക്കുറിച്ചൊക്കെ പങ്കുവയ്ക്കാനുണ്ട്. പലരും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്, പലരും വിങ്ങിപ്പൊട്ടുന്നത് കാണാം. കുട്ടികൾക്കൊന്നും പൂർണ്ണമായിട്ട് ഈ ദുരന്തത്തെക്കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരവസ്ഥയിൽ. അങ്ങനെ ഓരോ ആളുകളും ഓരോരോ മാനസികാവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. നമുക്ക് സംബന്ധിച്ച് ഇത്രമാത്രം ദുഃഖം നിറഞ്ഞ മറ്റൊരു സാഹചര്യം ഈ ഒരു നാട് ഒരു പക്ഷേ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടാവില്ല, കടന്നുപോയിട്ടുണ്ടാവില്ല. അവരുടെ കുട്ടികൾക്ക് ആദ്യ അക്ഷരം പകർന്നു നൽകിയ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ് ഇവിടെ ഓർമ്മയായിരിക്കുന്നത്. ഇപ്പോൾ നാട് ഒന്നിച്ച് ഇവർക്കായിട്ട് കൈകോർക്കുന്നു. നാടൊന്നിച്ച് ഇവർക്കായി കണ്ണീരോടെ യാത്ര പറയാൻ ഒരുക്കുന്നു. ഷേവക എവിടെ എത്തിയെന്ന് പറയൂ. ഇപ്പോൾ പാലക്കാട് നിന്ന് പോകുന്ന കരിമ്പ, മണ്ണാർക്കാട് കഴിഞ്ഞ് കരിമ്പിലെത്തി. 1 മണിക്കൂറിൻ്റെ ഉള്ളിലെത്തും. 3/4 മണിക്കൂറുണ്ടെത്തും. അതുപോലെ എത്ര സമയം പൊതുദർശനം ഉണ്ടാവുന്നതാണ്? എന്തായാലും ഇവിടുത്തെ ആളുകൾക്കനുസരിച്ച് പെട്ടെന്ന് എല്ലാവരും ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് പാങ്ങിൽ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ഞങ്ങൾക്ക് ഇത്രയും കാലത്തെ ഇടയിൽ എൻ്റെ പ്രായത്തിനനുസരിച്ച് ഇങ്ങനത്തെ വലിയ ദുരന്തം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും അധ്യാപകരും പിന്നെ മറ്റുള്ള ആളുകളും രക്ഷിതാക്കന്മാരും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു നോക്ക് കാണിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാവർക്കും ലാസ്റ്റ് നോക്ക് കാണാമെന്നുള്ളതാണ്. എല്ലാവരും കണ്ടിട്ട് കാണിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഇതോട്ട് പൊരുത്തപ്പെട്ടോ? അതെ, നമ്മളൊരു ഇപ്പോഴും നെട്ടലാണ്. കാരണം വെച്ചാൽ നേരത്തെ നമ്മൾ മെമ്പർ പറഞ്ഞ പോലെ നമ്മൾ പറയണ കേട്ടിട്ടോ പല സ്ഥലത്ത്, പക്ഷെ നമുക്ക് നേരിട്ട് അനുഭവിക്കുന്ന ഒരു ഇതാണ്. പിന്നെ അതിലേറെ ഒരു സ്കൂളിലെ ടീച്ചേഴ്സിന് 3 ആൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മൊത്തം ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു വിഷമം തന്നെയാണ്. എങ്ങനെയാ സ്കൂളിൻ്റെ അതിജീവനം എന്ന് പോലും പറയാം. അത് നമുക്ക് ഇതിൻ്റെ ഭാവി കാര്യങ്ങളാണ്. ഇതിലൊന്നും നമ്മൾ പോയിട്ടില്ല. ഈ ഒരു അവസ്ഥയിലുള്ളത്. കുട്ടികൾ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരാണല്ലോ. എല്ലാവരും അധ്യാപകരാണ്. ഇതിനൊക്കെ അധികം നാട്ടുകാരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയ മക്കളാണ്. LP സ്കൂളാണ്. നിങ്ങളൊക്കെ പഠിച്ച സ്കൂളായിരിക്കും? അതെ, ഞങ്ങൾ പഠിച്ച സ്കൂളാണ്. ഞാൻ പഠിച്ച സ്കൂളാണ് ഇതുള്ളത്. അത് LP സ്കൂളായിരുന്നു. എങ്ങനെയാണ് ഇതിന്? മകളുണ്ട്. മകളുടെ ആക്സിഡന്റ് പെട്ടിട്ടുണ്ട്. ജ്യേഷ്ഠൻ്റെ മോള് മരണപ്പെട്ടേക്കണ്. ഷക്കീല ജ്യേഷ്ഠൻ്റെ മോളാണ്. അപ്പോൾ മയ്യത്ത് വരെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. വില പൊതുദർശനവും കാര്യം കഴിഞ്ഞിട്ട് പേരക്കുട്ടിയുണ്ട്. ഷക്കീലാൻ്റെ കുട്ടിയുണ്ട്. അവളിപ്പോൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് മൗലാനിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. മുമ്പ് പേരക്കുട്ടികളൊക്കെ പഠിക്കണൊരു സ്കൂളാണ്. ഇതിലിങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യുക? ഒരു നല്ല സന്തോഷത്തിൽ പോയി വരാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിന് പോയതാണ്. അടച്ചോ അങ്ങനെ തന്നു. നമുക്ക് കൂടുതലൊന്നും അദ്ദേഹത്തോട് ചോദിക്കാനൊന്നും കഴിയില്ല. മരിച്ച ഷക്കീല ടീച്ചർ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ്, പ്രിയപ്പെട്ടവരാണ്, സ്വന്തം വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ ആ വേദന എങ്ങനെ അവർ പങ്കുവെക്കുമെന്നൊന്നും പറയാനാകില്ല. കാരണം അത്രമാത്രം ദുഃഖം നിറഞ്ഞു നിൽക്കുകയാണ് അരഞ്ജിത്ത് ഇവിടെയെല്ലാം. എല്ലാവർക്കും ഈ പ്രിയപ്പെട്ടവരാണ് എല്ലാവരുടെ. അധ്യാപകരൊക്കെ സ്വന്തം കുടുംബാംഗങ്ങൾ എന്ന തരത്തിലാണ് ഇപ്പോൾ ആളുകളൊക്കെ പ്രതികരിക്കുക. അത്രമാത്രം വിഷമകരമായ ഒരു സാഹചര്യം. എങ്ങനെ ഈ നാട് ഇതിനെ അതിജീവിക്കുമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ ഇനി ആ കുട്ടികളുടെ അവസ്ഥ, ഇതുവരെ ഉണ്ടായിരുന്ന അധ്യാപകർ 6 പേരാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായത്. ആ കുട്ടികൾ, പ്രിയപ്പെട്ട ആ കുട്ടികൾ എങ്ങനെ ഇതിനെ മറികടക്കും? അവർക്ക് ഈ അടുത്ത അധ്യയന വർഷം തുറന്നു വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മിഠായിയും ബലൂണുകളൊക്കെ കൊടുത്തിരുന്ന, അക്ഷര ചൊല്ലിക്കൊടുത്തിരുന്ന ആ അധ്യാപകനും ഒന്നും ഉണ്ടാകില്ല എന്നത് ഈ കുട്ടികളെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളതും മറ്റൊരു പ്രധാന ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. എന്താണെങ്കിലും നേരത്തെ
അധ്യാപകൻ പറഞ്ഞ പോലെ കാലം എല്ലാ മുറിവുകളെയും മായ്ക്കുമെന്നാണ് പറയുക. പക്ഷേ അതിനെത്ര സമയമെടുക്കും, എത്ര കാലമെടുക്കുമെന്ന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി തുടരുക തന്നെ ചെയ്യും. രഞ്ജിത്ത്. വലിയ സങ്കടവും വലിയ പ്രയാസവും അനുഭവിക്കുന്ന അന്തരീക്ഷം. ഒരു പ്രദേശം മുഴുവൻ, ഒരു ഗ്രാമം മുഴുവൻ വല്ലാതെ വിങ്ങുന്ന അന്തരീക്ഷം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാം. തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ആ ഗ്രാമം കടന്നു പോകുന്നു. ഉമ്മ മരിച്ചതറിയാതെ വിഷമിക്കുന്ന ഒരു 10 വയസ്സുകാരി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതുവരെ അതറിഞ്ഞിട്ടില്ല. ഡോക്ടർമാർ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് 10 വയസ്സുകാരി മസ്നിനോട് സമീപത്തുള്ളവർ പറഞ്ഞത്. അപകടത്തിൽ മരിച്ച ഷക്കീനയുടെ മകളാണ് മസ്നിൻ. ആർക്കും ആശ്വസിപ്പിക്കാൻ സാധിക്കാത്ത വിധം ആ കുട്ടി അവിടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമുക്ക് ആ കുരുന്നുകളുടെ മുഖത്ത്, കണ്ണുകളിൽ, ദൃശ്യങ്ങളിൽ കാണുന്ന ആ കുരുന്നുകളുടെ കണ്ണുകളിൽ ആ സങ്കടം മുഴുവൻ കാണാം. ചെറിയ പ്രായമാണെങ്കിൽ പോലും ആ മരണത്തിൻ്റെ, ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പൊട്ടിക്കരയുകയാണ് പലരും. എന്നും ചിരിച്ചു മാത്രം കാണുന്ന മുഖങ്ങൾ ആ നാടിന് സങ്കടക്കാഴ്ചയായി. ഇപ്പോൾ അല്പസമയത്തിനകം ജീവനറ്റ ശരീരങ്ങളായി നാട്ടിലേക്കെത്തും. സങ്കടക്കടലായി അവിടെ പള്ളിപ്പറമ്പ് അങ്ങാടിയും സ്കൂൾ മുറ്റവും ഒക്കെ നിറഞ്ഞൊഴുകുകയാണ്. ഇന്നലെ രാത്രിയിലും ആരും ആ ഗ്രാമത്തിൽ ഉറങ്ങിയിട്ടില്ല. എല്ലാ വഴികളും ആ പാങ് ചേണ്ടിയിലേക്ക് എത്തി. വിവിധയിടങ്ങളിൽ നിന്ന് ഉള്ള ആളുകളും വാഹനമോ കാരണം പള്ളിപ്പറമ്പ് അങ്ങാടിയും പരിസരവും നിറഞ്ഞു. ആദ്യമൊന്നും അവർ കൃത്യമായ വിവരങ്ങളുണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ വഴി ലഭിച്ച വിവരങ്ങളനുസരിച്ചാണ് ഇതിൻ്റെ വ്യാപ്തിയും മറ്റും മനസ്സിലാക്കിയത്. അധ്യാപകർ പങ്കുവച്ച ചിത്രങ്ങളും മറ്റും സ്റ്റാറ്റസായും മറ്റും ഏതാണ്ട് 4:15 മണിവരെയൊക്കെ വൈകുന്നേരം പല അധ്യാപകരും അവർ പോയ മേഖലകളുടെയൊക്കെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. ഏതെല്ലാം ആശുപത്രികളിലാണ്, എത്ര പേർ മരണപ്പെട്ടു എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയാൻ ഏറെ സമയമെടുത്തു. അത്ര വലിയ ഒരു മേഖലയാണ്. ഏറ്റവും ഒടുവിൽ വിവരം അറിഞ്ഞപ്പോൾ മരണവാർത്ത അറിഞ്ഞ് എത്തിയവരെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും നാട്ടുകാരും മറ്റും സങ്കടത്തിലായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.